അടിയന്തരാവസ്ഥയിൽ നടമാടിയ ഭീകരതയുടെ പ്രതീകമായി കണക്കാക്കുന്ന രാജൻ കേസ് എന്താണ്? 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയിൽ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. ഒരുതരം പോലീസ് രാജ് അവസ്ഥയായിരുന്നു അന്ന്. കേരളത്തിൽ രണ്ടിടത്ത് നക്സലുകളെ ലക്ഷ്യം വെച്ച് പോലീസ് ക്യാമ്പുകൾ തുറന്നിരുന്നു: കക്കയത്തും ശാസ്തമംഗലത്തും. കക്കയം ക്യാമ്പിന്റെ ചുമതല DIG ജയറാം പടിക്കലിനായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസിനെയായിരുന്നു അവിടെ വിന്യസിച്ചിരുന്നത്. അക്കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു P. രാജൻ. 1976 മാർച്ച് 1 പുലർച്ചെ കോളേജിൽ നിന്നായിരുന്നു രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരെ കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആർക്കും അയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. രാജന്റെ പിതാവ് ഈച്ചര വാര്യർ ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരനും മുഖ്യമന്ത്രി അച്യുതമേനോനും മകനെ കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിച്ചുള്ള അപേക്ഷ സമർപ്പിച്ചു. പക്ഷേ ആ പിതാവിന് പിന്നീട് അങ്ങോട്ട് മരണം വരെ കണ്ണീരിന്റെ ദിനങ്ങളായിരുന്നു. 1977 മാർച്ച് 23 അടിയന്തരാവസ്ഥ അവസാനിച്ചു. മാർച്ച് 25 ഈച്ചര വാര്യർ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചു. കേസിനിടയിൽ രാജനെ പിടിച്ചിട്ടില്ലെന്നും കക്കയത്ത് അങ്ങനൊരു ക്യാമ്പ് തന്നെ പ്രവർത്തിച്ചിട്ടില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ സമർത്ഥിച്ചെങ്കിലും REC പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ KM ബഹാവുദ്ദീന്റെ മൊഴി നിർണായകമായി. തന്റെ വിദ്യാർത്ഥിക്കും അവന്റെ പിതാവിനും നീതി കിട്ടാനായി മൊഴിയിൽ ഉറച്ചു നിന്നു അദ്ദേഹം. അങ്ങനെ രാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് മനസ്സിലാക്കിയ കോടതി രാജനെ ഹാജരാക്കാൻ ഉത്തരവിടുന്നു. പക്ഷേ രാജനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് അറിയിക്കാൻ മാത്രമേ സർക്കാരിനായുള്ളൂ. 1977 ഏപ്രിൽ 25 പ്രതിഷേധങ്ങൾക്കൊടുവിൽ K. കരുണാകരൻ രാജിവെച്ചു. തുടർന്ന് നടന്ന കേസിൽ രാജൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. പക്ഷേ കുറ്റക്കാരെ കണ്ടെത്താനായില്ല എന്ന നിരീക്ഷണത്തിൽ സുപ്രീം കോടതി എത്തപ്പെട്ടു. സ്വന്തം മകനെ തേടിയുള്ള വിഫലമായ യാത്രയ്ക്കൊടുവിൽ ഈച്ചര വാര്യർ തന്റെ ഓർമ്മകൾ പങ്കുവെച്ച പുസ്തകമാണ് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ. 2004 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ഈ പുസ്തകത്തിന് ലഭിച്ചു. ഷാജി N. കരുണിന്റെ പിറവി ഈച്ചര വാര്യരുടെ മാനസിക സംഘർഷങ്ങൾ ചിത്രീകരിച്ച സിനിമയാണ്. CR ഓമനക്കുട്ടന്റെ ശവന്തീനികൾ എന്ന പുസ്തകം രാജനെ അന്വേഷിച്ചുള്ള ഈച്ചര വാര്യരുടെ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം സഹയാത്രികനായതിന്റെ ഓർമ്മകളാണ്. അധികാരത്തിന്റെ ഗിരിപർവ്വമേറിയാൽ എന്തും കാട്ടാമെന്നതിന്റെ ഉദാഹരണമാണ് രാജൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം. ഇങ്ങനെ എത്രയെത്ര പേര് കാണും. അന്വേഷിച്ചിറങ്ങാനും തെറ്റുകാർക്ക് നേരെ വിരൽ ചൂണ്ടാനും ഈച്ചര വാര്യർ ഉണ്ടായതുകൊണ്ട് രാജനെ നാം അറിയുന്നു എന്ന് മാത്രം. തന്റെ ആത്മകഥയിൽ ഒരിടത്ത് അച്ഛൻ പറഞ്ഞതുപോലെ, എന്റെ ലോകം ശൂന്യമായിരിക്കുന്നു, എന്റെ സൂര്യനും നക്ഷത്രങ്ങളും അണഞ്ഞിരിക്കുന്നു, വെളിച്ചമണഞ്ഞു, അണഞ്ഞതല്ല തല്ലിക്കെടുത്തിയതാണ്.